ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് നേരെ വെച്ച് പിടിക്കുന്നത് പെരിന്തൽമണ്ണയ്ക്കാണ്. അവിടെ ഒരു ഷൂട്ട് ഉണ്ട് കേട്ടോ. നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. നല്ല നട്ടപ്ര വെയിലായിരുന്നു. രാവിലത്തെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ ഉച്ചയാകുമ്പോൾ ഒരു 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചപ്പോൾ. പൂജട്ടി ഒരു ലൈസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ അവൾക്ക് നാണക്കേടായിട്ട് അവൾ മുഖം പുത്രാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇടരുതെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ പെരിന്തൽമണ്ണ എത്തിയിട്ട് ഞങ്ങൾ ഇതാ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഊണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ ചായ കുടിച്ചിട്ട് രാവിലെ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് തിരികെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപാടെ ഒരു സോഡ സർബത്ത് ഞാൻ വാങ്ങി കുടിച്ചു. പൂജട്ടി പൊരിക്കടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കഴിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ കയറാമെന്ന് വിചാരിച്ചു. ഊണ് കഴിക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം കഴിച്ചിട്ട് വയറ് നിറക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഷോപ്പിൽ ചെന്നപ്പോൾ നല്ല ഗംഭീര തിരക്കുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ എടുക്കും. പിന്നെ ആൾ കൂടുമ്പോൾ കുറച്ച് നേരം നിർത്തി വെക്കും. ആ നിർത്തി വെക്കുന്ന ഒരു ഗ്യാപ്പിൽ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തൊരു ഫാൻസി കട ഉണ്ടായിരുന്നു. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 സ്റ്റെഡ് എടുത്തു എന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഓർമ്മയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നല്ല കസ്റ്റമർ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോരാൻ വേണ്ടിയിട്ട് ഒരു 6:45 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ വളാഞ്ചേരിക്ക് പോരാണ്. ഇത് നമ്മുടെ പെരിന്തൽമണ്ണയല്ല, ബ്ലഷ് ബ്യൂട്ടി ആണ് കേട്ടോ. സ്റ്റാൻഡിനകത്തുള്ള കോട്ടക്കൽ ബസ് നിർത്തുന്നതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ബ്ലഷ് ബ്യൂട്ടി. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തിയപ്പോഴേക്ക് 7 7:30 8 മണി ആയിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊന്നും വെച്ചുണ്ടാക്കാനുള്ള ഒരു ആവതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഞാനും പൂജറ്റിയും കൂടെ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അതും കൂടെ കഴിച്ച് കണ്ണൻകുട്ടിക്കുള്ളത് പാഴ്സൽ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരാം. പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.